സിമ്പിളായൊരു താറാവ് റോസ്റ്റ് നിങ്ങളിലേക്ക് ബാ നോക്കാം. 800 ഗ്രാം കഴുകി വൃത്തിയാക്കി കുരുമുളക്, ഉപ്പ്, മഞ്ഞൾപ്പൊടി ഇട്ട് മാറ്റി വെച്ച താറാവ്, അതായത് നിങ്ങൾ കാണുന്നത്. ഇതിലേക്ക് നമ്മളെന്ത് ചെയ്യും, കുറച്ച് കാര്യങ്ങൾ ചേർക്കാനുണ്ട്. ഓക്കെ, ഒരു ചെറിയ ഇഞ്ചി, 8-10 വെളുത്തുള്ളി, ഒരു സവാള, ഒരു 12-15 ചെറിയ ഉള്ളി, ഒരു തക്കാളി, 2 പച്ചമുളക്, മല്ലിച്ചപ്പ്, പിന്നെ അരമുറി തേങ്ങ ചിരകിയതിൻ്റെ പാല്, ആവശ്യത്തിന് ഇത് കറിവേപ്പില. ഇതാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ ഞാൻ ഈ ഇറച്ചി ഇന്നലെ എന്ത് ചെയ്തു, പിന്നെ അതിൽ കുറച്ച് കുരുമുളക് പൊടിയും ഉപ്പും മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് പെരക്കി വെച്ചിട്ടുണ്ടായിരുന്നു ഇന്നലെ രാത്രി. ഓക്കെ, ഇതിലിപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, കുക്കറിലിട്ട് വേവിക്കും. ഈ കുക്കറിലിട്ട് വേവിക്കണ്ടെങ്കിൽ അതിൽ നമുക്ക് കുറച്ച് സാധനം കൂടെ ചേർക്കാനുണ്ട്. അതിൽ എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുരുമുളക്, ഗരം മസാല, മല്ലിപ്പൊടി, കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് ഉപ്പ്, ഇത്രയും കാര്യം ചേർക്കണം. ഓക്കെ, അപ്പോൾ 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി വേണം, 1/2 ടീസ്പൂൺ ഗരം മസാല വേണം, പിന്നെ 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി. 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി നമുക്ക് ഡോമിനേറ്റ് ചെയ്ത് നിൽക്കണം അതിൻ്റെ ടേസ്റ്റ്. ഓക്കെ, മല്ലിപ്പൊടിയും കുരുമുളക് പൊടിയാണ് ഇതിലെ രാജാവ്. പിന്നെ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി മതി, കാരണം ഓൾറെഡി മഞ്ഞൾപ്പൊടി നമ്മൾ ഇന്നലെ മാരിനേറ്റ് ചെയ്യുന്ന സമയത്ത് ഇട്ടിട്ടുണ്ട്, അതുകൊണ്ട് അത് അധികം വേണ്ട. ഓക്കെ, കുറച്ച് മതി. അതിൻ്റെ കൂടെ കുറച്ച് ഉപ്പും കൂടെ ചേർത്തിട്ട് ഇച്ചിരി ചൂടുവെള്ളം കൂടെ ഒഴിച്ചിട്ട് നല്ലോണം പ്രഷർ കുക്ക് ചെയ്തെടുക്കണം. ഓക്കെ, മാക്സിമം 3 വിസിൽ മതി. ഈ ചെറിയ തീയിൽ 3 വിസിലിൽ പ്രഷർ കുക്ക് ചെയ്തെടുത്തിട്ട് മാറ്റി വെക്കാം. ഓക്കെ, ഇനി ഇതുപോലുള്ള നല്ല ചൂട് കിട്ടിയുള്ള പാത്രത്തിൽ ഞാൻ ഉരുളി എടുക്കുന്ന ഓട്ടുരുളി, അതിൽ 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ, 3 ടേബിൾ സ്പൂൺ. ഇത് നോക്കണ്ട, 3 ടേബിൾ കറക്റ്റാണ് കേട്ടോ. 3 ടേബിൾ സ്പൂണ് വെളിച്ചെണ്ണയിൽ അതിൽ ഇഞ്ചിയും വെളുത്തുള്ളിയും പിന്നെ 2 പച്ചമുളക് ഇട്ട് നന്നായി ഇളക്കിയിട്ട് കൊടുക്കണം. ഓക്കെ, അതിൽ നല്ല ചൂടുണ്ട്. അതിൻ്റെ കൂടെ ചെറിയ ഉള്ളിയും ആ സവാളയും കുറച്ച് ഉപ്പും കൂടെ ചേർത്തിട്ട് നല്ലോണം ഇളക്കണം. കാരണം ഉപ്പ് ചേർക്കുമ്പോൾ അറിയാമല്ലോ, പെട്ടെന്ന് വാഴും. ഈ വഴന്ന് വരുമ്പോൾ എന്നാൽ മാത്രമേ നമുക്ക് മറ്റുള്ള പൊടികൾ ചേർക്കാൻ പറ്റുള്ളൂ. ഇത് നല്ലോണം വഴന്ന് വരണം, ആ പച്ചമണമെല്ലാം പോകണം, എന്നാലേ ഇതിൻ്റെ ടേസ്റ്റ് കൂടുള്ളൂ. അപ്പോൾ നല്ലോണം ഇളക്കി കൊടുക്കുക, നല്ല തീ കുറച്ച് വെച്ചിട്ട് ഇളക്കി കൊടുക്കുക, അല്ലെങ്കിൽ അടിക്ക് പിടിക്കും. കുറച്ചും കൂടി ഉപ്പെല്ലിട്ട് നല്ല രീതിയിൽ, ഉപ്പിൻ്റെ കണക്ക് ഞാൻ പറയില്ല, അത് നിങ്ങളെ ഇഷ്ടമാണ്. ഓക്കെ, നല്ലോണം ഇളക്കിയിട്ട് കണ്ടില്ലേ, അടിയിൽ ഇങ്ങനെ തീ ഇങ്ങനെ പിടിക്കുന്നുണ്ട്. അതിൽ കുറച്ച് പച്ചമുളക് ഇടുക, നല്ലോണം ഇളക്കുക. എന്നിട്ട് അതിൽ 1 ടീസ്പൂണ് വെളിച്ചെണ്ണ കുറച്ചും കൂടെ ഒഴിക്കുക, അല്ലെങ്കിൽ അടിക്ക് പിടിക്കും. കാരണം ഇത് ഉരുളിയാണ്, ഉരുളിൻ്റെ ചൂടറിയാമല്ലോ, പിടിച്ചു കഴിഞ്ഞാൽ പെട്ടുപോകും. എന്നിട്ട് പ്രഷർ കുക്ക് ചെയ്ത കണ്ടില്ലേ, 3 വിസിലുള്ള ചെയ്തിട്ടും അതിൽ അത്രയും വെള്ളമുണ്ട്. അപ്പോഴേക്കിത് വഴന്ന് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമ്മളെന്ത് ചെയ്യും, ഒരു 3/4 ടീസ്പൂണോളം, അതായത് 1 ടേബിൾ സ്പൂൺ ഇല്ല, മല്ലിപ്പൊടി ചേർക്കണം. പിന്നെ 1/4 ടീസ്പൂണ് കുരുമുളക് പൊടി ചേർക്കണം. ഒരു 1/4 ടീസ്പൂണ് ഗരം മസാല ചേർക്കണം. കുറച്ചൊരു ഇത് നമ്മുടെ ചിക്കൻ മസാലയില്ലേ, അത് കുറച്ച് മതി. അത് നല്ല, ഇത് ഞാൻ നാട്ടിൽ നിന്ന് പൊടിച്ചു കൊണ്ടുവന്നതാണ്, അതുകൊണ്ടാണ് ഇത് ചേർക്കുന്നത്. അല്ലെങ്കിൽ അത് ഇവിടുന്ന് വാങ്ങിക്കുന്നതിന് ചേർക്കേണ്ട ആവശ്യമില്ല കേട്ടോ. കുറച്ച് ഉപ്പും കൂടി ഇട്ടിട്ട് ഈ വഴണ്ട് വന്ന ഈ സാധനങ്ങളെല്ലാം കൂടെ നന്നായിട്ട് ഇളക്കണം. അടിയിൽ കാണുന്നില്ല, പിടിക്കാൻ പോകുന്നുണ്ട്, അതുകൊണ്ട് നല്ല സ്പീഡിൽ ഇളക്കുന്നുണ്ട് ഞാൻ. കണ്ടില്ലേ, അടിയിൽ പിടിച്ചു കഴിഞ്ഞാൽ പ്രശ്നമാണ്. കുറച്ച് മല്ലിച്ചപ്പ് ഇടുന്നുണ്ട്, നല്ലോണം ഇളക്കുക. എന്നിട്ട് കുറച്ച് തക്കാളി. ഈ തക്കാളി ഇപ്പോൾ ഇടുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഒരു വെള്ളം ഉള്ളത് കൊണ്ട് അടിക്ക് പിടിക്കുന്നത് കുറയും. എന്നിട്ട് നല്ലോണം ഉടയുന്ന വരെ, അത് എണ്ണ ഇങ്ങനെ മുന്നിലിങ്ങനെ കയറി നിൽക്കണം, അതുവരെ നല്ലോണം ഇളക്കുക. മാക്സിമം അടിഞ്ഞ് നല്ല എന്താ പറയണ്ടേ,
ആ മസാല സെറ്റ് ഇതിൽ കാണുന്ന പോലെ സെറ്റായി വരണം, അതുവരെ ഇളക്കിക്കോ. അപ്പോൾ അത്രയും ടേസ്റ്റ്, എത്രത്തോളം ഇളക്കുന്നോ അത്രത്തോളം ടേസ്റ്റ് കൂടും, അത് ഞാൻ ഗ്യാരണ്ടി. കണ്ടില്ലേ എങ്ങനെയുണ്ട്? അതുപോലെ ഇളകി നല്ലോണം യോജിച്ച് വരണം. ഇനി ഇതിൽ നമ്മളെന്ത് ചെയ്യുക, ആ പ്രഷർ കുക്ക് ചെയ്ത ഇറച്ചി മാത്രം, ഇപ്പം വെള്ളം ഒഴിക്കണ്ട, ഇറച്ചി മാത്രം എടുത്തിട്ട് അതിൽ ചേർക്കുക. ഇറച്ചി മാത്രം ഇട്ടിട്ട് ചേർത്തിട്ട് നല്ലോണം ഇളക്കണം. ഓക്കെ, ഇത് നല്ലോണം യോജിപ്പിച്ച്, കാരണം ഇതിപ്പം വെള്ളത്തോടെ എടുത്തിട്ട് കാര്യമില്ല, ഈ മസാലയെല്ലാം കൂടെ ചേർത്ത് ഇപ്പോൾ ഇട്ട ഈ മസാലയെല്ലാം കൂടെ ഈ ഇറച്ചിയിൽ പിടിച്ച് വരുമ്പം നമുക്ക് കുറച്ച് അടി പിടിക്കുന്ന സമയത്ത് നമുക്ക് കുറച്ചായിട്ട് ഇതിൻ്റെ സ്റ്റോക്ക് നമുക്ക് ചേർക്കാം. കാരണം നല്ല നെയ്യുണ്ട്, അതുകൊണ്ട് നമുക്ക് ഓവറായിട്ട് ഫുൾ സ്റ്റോക്ക് ഇതിൽ യൂസ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നെയ്യിൻ്റെ ചുവ മുന്നിൽ നിൽക്കുകയും ചെയ്യും, ഉപ്പ് മര്യാദയ്ക്ക് പിടിക്കാത്ത പോലെ ഉണ്ടാവും, അതുകൊണ്ട് ടേസ്റ്റ് കുറയും. അപ്പോൾ നമുക്ക് ഘട്ടം ഘട്ടമായിട്ട് ഫുള്ളല്ലെങ്കിലും ഒരു 70% സ്റ്റോക്ക് നമുക്കിതിൽ ചേർക്കാം. ഇതുപോലെ നല്ലോണം ഇളക്കി യോജിപ്പിച്ചിട്ട്, കണ്ടില്ലേ ഇപ്പം തന്നെ ഒരു സുഖമുണ്ട്. വേറൊരു കാര്യം, ഇതിലെ ലിവറും മറ്റ് സാമാനങ്ങളൊന്നും ആദ്യം ചേർത്തിട്ടില്ല, പ്രഷർ കുക്കർ ചെയ്തിട്ടില്ല, അല്ലെ അടിഞ്ഞു പോവും. അതതിന് ശേഷം ഇതിനോട് ഇട്ടപ്പോഴാണ് ചേർക്കുന്നത് കേട്ടോ, ഇല്ലെങ്കിൽ അതൊക്കെ അടിഞ്ഞു പോവും, നമുക്ക് യൂസ് ചെയ്യാൻ പറ്റില്ല. മനസ്സിലായല്ലേ? അപ്പോൾ നല്ല രീതിയിൽ ഇതിങ്ങനെ ഇളക്കി യോജിപ്പിച്ചിട്ട് ആ സ്റ്റോക്കിൻ്റെ വെള്ളം കുറച്ച് ചേർക്കുന്നു, ഇളക്കുന്നു. അപ്പോൾ അടിക്കും പിടിക്കില്ല, ആ സ്റ്റോക്കിലുള്ള നെയ്യും ഇതെല്ലാം കൂടെ ചേർന്നിട്ട് അടച്ച് വെച്ച് ഇതിൽ നിന്ന് കുറച്ചും കൂടെ വെള്ളം ഇറങ്ങും. അപ്പോൾ ഈ അടച്ച് വെച്ച് കഴിയുമ്പോൾ ഈ ആവിയും കൂടെ ഉണ്ടാവുമല്ലോ, അപ്പോൾ എന്താ പറയുക, ഇതിലുള്ള ഇറച്ചീൻ്റെ ഉള്ളിലുള്ള വെള്ളമെല്ലാം അതിൽ തന്നെ പോകും, നീരാവിയായിട്ട് പുറത്ത് പോവുകയില്ല, നല്ല ടേസ്റ്റ് ഉണ്ടാവും കറിക്ക്. ഓക്കെ, നല്ലോണം ഇതുപോലെ യോജിപ്പിക്കുക. വെള്ളം കുറയുമ്പം കുറച്ച് സ്റ്റോക്ക് പിന്നെയും ചേർക്കുക. അങ്ങനെ 2-3 പ്രാവശ്യമായിട്ട് സ്റ്റോക്ക് ചേർക്കണം, വെള്ളം കൂടാൻ പാടില്ല. കണ്ടില്ലേ, ഇതുപോലെ രണ്ടാമതും സ്റ്റോക്ക് ചേർക്കുന്നുണ്ട്, നല്ലോണം ഇളക്കുക. ഇപ്പോൾ കാണാൻ വലിയ കുമ്പൊന്നും ഇല്ലാന്ന് തോന്നും നിങ്ങൾക്ക്, പക്ഷേ റിസൾട്ട് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എന്താണ് ഇത് ചെയ്യാൻ പോകുന്നത്. നല്ലോണം ഇതുപോലെ ഇളക്കണം കേട്ടോ, കാരണം ചൂട് കെട്ടിയുള്ള പാത്രം ഉരുളിയാണ്, ഇതിൻ്റെ ചൂട് നമുക്ക് ചിന്തിക്കാൻ പറ്റാത്തതാണ്, സാധാരണ പാത്രമല്ല. അതുകൊണ്ടാണ് ഞാനിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഇളക്കുന്നത്. അടച്ചു വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞ പോലെ പെട്ടെന്ന് വേവുകയും ചെയ്യും, നല്ല ടേസ്റ്റും ഉണ്ടാവും. കണ്ടില്ലേ, ഇപ്പം വെള്ളം ജനറേറ്റ് ചെയ്ത് നോക്കി, ഇറച്ചിയിൽ നിന്നുള്ള വെള്ളവും വന്നിട്ടുണ്ട്, ആ സ്റ്റോക്കിൽ നിന്നുള്ള വെള്ളവും ഉണ്ട്, എല്ലാം കൂടെ നല്ലോണം അത്യാവശ്യം വെന്ത് വരുന്നുണ്ട്. കഷ്ണം 3 വേവ് 4 വിസിലായാലും കുഴപ്പമില്ല. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ അതിൻ്റെ ടേസ്റ്റ് കുറയും. മാക്സിമം കുറച്ച് വിസിലടിച്ചിട്ട് ഇങ്ങനെ വേവിക്കുന്നതാണ് നല്ലത്. ഇപ്പോൾ ഫുൾ സ്റ്റോക്ക് എടുക്കുന്നില്ല, എന്നാലും കണ്ടില്ലേ 80% സ്റ്റോക്ക് ഞാൻ ഒഴിച്ചിട്ടുണ്ട്. നല്ലോണം തിളച്ച് വരുന്നുണ്ട്, കണ്ടോ. ഇതിൽ നമുക്ക് കുറച്ച് നല്ലോണം ഇളക്കിയതിന് ശേഷം, ആഹാ ഇപ്പം തന്നെ മണം വന്ന് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. കാരണം ഇതിൽ ഇനിയും കുറച്ച് സാധനങ്ങളെ വേണ്ടു, അധികം സാധനങ്ങളൊന്നുമില്ല ഇനി. പക്ഷെ ഇത് വെന്ത് റെഡിയായി വരണം, കാരണം ഇത് ഓവറായിട്ട് അടിഞ്ഞൊന്നും പോകില്ല, അത്യാവശ്യം കട്ടിയുള്ള മീറ്റല്ലേ, അതുകൊണ്ട് വലിയ കുഴപ്പമുണ്ടാവില്ല. കണ്ടോ, ഇപ്പോഴും ഒരു 70% വെന്തിട്ടേ ഉള്ളൂ. പക്ഷേ ഇപ്പോഴും ഈ സമയത്ത് നമുക്ക് കഴിക്കാം കേട്ടോ, ആ ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ ഇതിൽ കുറച്ച് എന്താ പറയുക, ഒരു 1/4 ടീസ്പൂണ് കുരുമുളക് പൊടി ചേർക്കുക. പിന്നെ ഗരം മസാല ഒരു നുള്ള് ചേർത്താൽ മതി. ഇനി അത് അതിനൊരു ഫ്ലേവർ എൻഹാൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് വേണമെങ്കിൽ ഒരു നുള്ള് ഉണ്ടല്ലേ, ഇത്രയും ചേർത്താൽ മതി, ഭയങ്കര ഫ്ലേവർഫുള്ളായിരിക്കും. ഇതിനി അടച്ചു വെച്ചിട്ട് ഉണ്ടെങ്കിൽ ഇതിൻ്റെ എയറും കൂടെ വരുമ്പോൾ ഭയങ്കര ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, തേങ്ങാപ്പാലിൻ്റെ 2ാം പാല് ഇതിൻ്റെ മേലെ കുറച്ചേ വേണ്ടൂ, ഇതിലേക്ക് ഒഴിച്ച് ഇതിപ്പോൾ തിളക്കുമ്പോൾ എന്ത് മണമുണ്ടെന്നറിയാം, എൻ്റെ ദൈവമേ. തേങ്ങാപ്പാലും കുരുമുളകും ഇത് വല്ലാത്തൊരു, നമ്മളെ ഈ ഫിഷ് നിർവ്വാണം എന്നൊക്കെ പറയുന്നില്ലേ, അതിലേക്കുള്ള എന്താണ് ആ മണം, അത് തന്നെ. അതിൻ്റെ കൂടെ കുറച്ച് നനച്ച് കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് ഇളക്കി വരുമ്പോൾ എൻ്റെ ദൈവമേ, രക്ഷയില്ല കേട്ടോ. ഞാൻ പറഞ്ഞറിയിക്കുന്നതിന് വെച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവില്ല, നിങ്ങളത് ഉണ്ടാക്കി നോക്കണം. ഓക്കെ, അത്രയും രസമുണ്ട്. ടേസ്റ്റ് ചെയ്യാനിപ്പോൾ പറയുന്നില്ല, പക്ഷേ ഇതിൻ്റെ ഒരു ഫ്ലേവർ, അതിൻ്റെ ഒരു മണം നമുക്കിങ്ങനെ അടച്ച് കിട്ടുന്നുണ്ട് മൂക്കിൽ. കണ്ടോ, ഇതിപ്പോൾ ഓൾമോസ്റ്റ്
അടച്ചൊരു 5 മിനിറ്റും കൂടെ വേവിച്ചിട്ടുണ്ട്. കണ്ടില്ലേ, ഓൾമോസ്റ്റ് നന്നായിട്ടായി വരുന്നുണ്ട്. ഞാൻ ഉണ്ടാക്കുമ്പോൾ എപ്പോഴും വെള്ളം കുറയും കറിയിൽ. അതെൻ്റെ ഒരു വലിയൊരു തോൽവിയാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. കാരണം മറ്റുള്ളവരെങ്ങനെയാണ് ഇത്രയും വെള്ളം ചേർത്ത് ടേസ്റ്റ് ചെയ്യുന്നത് എനിക്കറിയില്ല. കുറച്ച് മല്ലിച്ചപ്പ് ഇടുന്നുണ്ട്. കാരണം മല്ലിച്ചപ്പ് ഖത്തറിൽ വരുന്ന സമയത്ത് മല്ലിച്ചപ്പ് എനിക്ക് എന്താ പറയുക, ഇത്രയും ആറാമുള്ള സാധനം വേറെ ഉണ്ടായിരുന്നില്ല. പക്ഷേ ഇപ്പം മല്ലിച്ചപ്പില്ലാണ്ട് വേറെ പരിപാടിയില്ല. അത്രയും രസം. കണ്ടില്ലേ, ഇപ്പോൾ രണ്ടാമതും മൂടി തുറന്ന് ഓക്കെ, ഓൾമോസ്റ്റ് ആയിട്ടുണ്ട്. കുറച്ചും കൂടെ മല്ലിച്ചപ്പ് ഇടുന്നുണ്ട്. ഇതിൻ്റെ ഫ്ലേവർ ഒരു രക്ഷയില്ല കേട്ടോ. മല്ലിച്ചപ്പും പിന്നെ ആ വെളിച്ചെണ്ണയും പിന്നെ കുരുമുളകും തേങ്ങാപ്പാലും, ഓഹോ എന്താ പറയണ്ടേ, ഇന്നേക്കൊരു പിടി ഇത് തന്നെ. അത്രയും സൂപ്പറായിട്ട് വന്നിട്ടുണ്ടെന്ന് തോന്നുന്നു കേട്ടോ. ഇനി ഒരു ചില്ലറ പരിപാടിയും കൂടി ഉള്ളൂ. ചില്ലറ പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ ചെറിയ പരിപാടികൾ മാത്രം, മിനിമലായിട്ടുള്ള പരിപാടികൾ, ഡെക്കറേഷൻ മാത്രമേ ഉള്ളൂ ഇനി. അതിലിപ്പോൾ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ കണ്ടില്ലേ, അവസാന ഘട്ടം. ഇതിൽ എരിവില്ല, 2 പച്ചമുളക് എടുത്തിട്ടുള്ളൂ. കാരണം കുരുമുളകിൻ്റെ എരിവാണ് ഇതിന് വേണ്ടത്. ഇച്ചിരി കൂടെ കുരുമുളക് ഇട്ടിട്ടുണ്ട്. ഇവിടെ നിങ്ങൾ എരിവ് നോക്കിയിട്ട് വേണമെങ്കിൽ മാത്രം ചേർത്താൽ മതി. എനിക്ക് എരിവ് ഇഷ്ടമാണ്. അടിപൊളിയായിട്ടുണ്ട്. നനച്ചിട്ട കറിവേപ്പില. അപ്പോൾ വെള്ളവും ഇതും കൂടെ ചേരുമ്പോൾ ഒരു നല്ല രസം ഉണ്ടാവും. എന്നിട്ട് ഇതിൻ്റെ ഫസ്റ്റ് പാല്, അത്രയേ ഉള്ളൂ കേട്ടോ. 5 ടേബിൾ സ്പൂണിൻ്റെ അത്രയേ ഉണ്ടാവുള്ളൂ. ആ തേങ്ങാപ്പാലും കൂടെ ചേർത്തിട്ട് 1 ടേബിൾ സ്പൂണ് വെളിച്ചെണ്ണയും കൂടെ അതിന് മേലെ ഒഴിച്ച്, കണ്ടില്ലേ, ഊഫ്, ഇപ്പോൾ ഇവിടെ നിൽക്കാൻ പറ്റാത്തൊരു മണമുണ്ട്. എൻ്റെ ഇപ്പം പറഞ്ഞറിയിക്കാൻ പറ്റില്ല അത്. അപ്പോൾ ഇത് അടച്ചു വെക്കുക. ആഹാ, കഴിഞ്ഞ പരിപാടി. ഇതിപ്പോൾ ഞാൻ വേറെ പാത്രത്തിലേക്ക് മാറ്റിയതാണ്. കാരണം മറ്റേത് അല്ലെങ്കിൽ അടിക്ക് പിടിക്കും. മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഫുഡ് കഴിക്കുന്നിടത്ത് കാണാം. ഓക്കെ, അങ്ങനെ ഫുഡ് റെഡി ആയിട്ടുണ്ട്. മറ്റേ ഉള്ളിയിൽ നിന്ന് എല്ലാം മാറ്റി സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. എങ്ങനെയുണ്ടെന്ന് നോക്കാം. ഇച്ചിരി തണുത്തെന്ന് തോന്നുന്നു കേട്ടോ. ജെനുവിനായിട്ടുള്ള അഭിപ്രായം പറയുന്നതായിരിക്കും. കണ്ടിട്ട് എയിമുണ്ട്. ഓക്കെ, കൊള്ളാം അല്ലേ? ഇതിനോടെ കഴിക്കാൻ വേണ്ടിയിട്ട് ഞാൻ പുറത്തുനിന്ന് ഇപ്പോൾ പൊറോട്ട ഓടിപ്പിടിച്ച് വാങ്ങിച്ചു. എനിക്കൊരു പേടിയുണ്ടായിരുന്നു, പൊറോട്ട മാത്രമേ ഇവർ തരുമോന്ന്. പക്ഷേ ഭാഗ്യത്തിന് പൊറോട്ട മാത്രം കിട്ടിയിട്ടുണ്ട്. ഇതിൽ ചോറും ഇതൊന്നും ശരിയാവില്ല. ഇതിന് പൊറോട്ട തന്നെ വേണം. അപ്പോൾ ഒരു 4 പൊറോട്ട രണ്ടാക്കും കൂടെ വാങ്ങിച്ചിട്ടുണ്ട്. നോക്കട്ടെ. ഒരു പൊറോട്ടക്കൊന്നും പഴയ പോലെ വണ്ണമില്ല. ഉമ്മാരും പറ്റിക്കാൻ തുടങ്ങി, ഖത്തറുകാരും പറ്റിക്കാൻ തുടങ്ങി. ഒക്കെ ജെനുവിനായിട്ടുള്ള അഭിപ്രായം. ദൈവമേ എമ്പുരാനെ രക്ഷിക്കണേ ഈശ്വരാ. കാണാൻ കുമ്പുണ്ട്. കഴിഞ്ഞ സമയത്ത് ഞാൻ ഉപ്പ് നോക്കാൻ വേണ്ടി നോക്കിയിട്ടുണ്ടായിരുന്നു, കുഴപ്പമൊന്നും ഉണ്ടായിട്ടില്ല. ഇതിപ്പം ചെറിയ തണുപ്പെല്ലാം കഴിഞ്ഞുകൊണ്ട് മീറ്റൊക്കെ നല്ല സെറ്റായിട്ട് വന്നിട്ടുണ്ട്. കുഴപ്പമില്ല കേട്ടോ. ചാറ് കുറവാണ്. ഞാൻ എന്ത് കറി ഉണ്ടാക്കിയാലും ചാറ് ഇച്ചിരി കുറയും. ഞാൻ ഉണ്ടാക്കിക്കൊണ്ട് പറയുന്നല്ല, ഞാനിപ്പോൾ പറഞ്ഞ എല്ലാ സാധനവും അതുപോലെ നിങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ ചെയ്തിട്ട് കമൻ്റ് ഇട്ടാൽ മതി. ഓക്കെ, കിടും. നമ്മൾ ആലപ്പുഴയിൽ പോകുന്ന സമയത്തൊക്കെ കഴിക്കില്ലേ, അവിടെ നിന്ന് ഉണ്ടാക്കുന്ന ചെയ്യും. ആകെ ഒരു വിഷമം ചാറ്, കാരണം നെയ്യുള്ളതുകൊണ്ട് ചാറ് ഫുള്ളായിട്ട് മറ്റേ കുക്കറിൽ വെച്ച് ഒഴിച്ചിട്ടുണ്ടായില്ല. റസ്റ്റ് സൂപ്പർ. എല്ലാം ട്രൈ ചെയ്യണം. ഇത് 2 മിനിറ്റ് കൊണ്ട് സാധനം തീരും. അപ്പോൾ ട്രൈ ചെയ്യണം. ചെയ്തിട്ട് കമൻ്റ് ഇട്ടാൽ ബെസ്റ്റ് ആയിരിക്കും. നീ വിചാരിച്ചിട്ട് ഒരു കൊല്ലം കഴിഞ്ഞിട്ട് തേടി പിടിച്ച് കമൻ്റ് ഇടാൻ കണ്ട പറ്റെങ്കിലും ഒരു കമൻ്റ് ഇട്ടാൽ. അപ്പോൾ താങ്ക് യു. അടുത്ത വീഡിയോ കാണാം.